അരിത്തമെറ്റിക് സീക്വൻസ് എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് സ്വാഗതം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് എപ്പിസോഡിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത ഓരോ പ്രോബ്ലം ചെയ്ത് തുടങ്ങുന്നത്. നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ ശ്രദ്ധിക്കേണ്ടത് പേജ് നമ്പർ 21 പേജ് നമ്പർ 21. ഇങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ശ്രദ്ധിക്കുക, 24, 42 ഡാഷ്. നമുക്ക് അത് സിമ്പിളാണ് അല്ലേ? ഇതെന്ത് നമ്മൾ ചെയ്യും? 42 എന്നാണ് സെക്കൻഡ് ടേം, 24 എന്നാണ് ഫസ്റ്റ് ടേം. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കേണ്ടതാണ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, T2 മൈനസ് T1. സെക്കൻഡ് ടേം ഇവിടെ എന്താണ്? 42 മൈനസ് 24. എത്ര ആൻസർ? 18. ആ 18 നമ്മൾ എന്ത് ചെയ്യുന്നു? തേർഡ് ടേം കാണുമ്പോൾ സെക്കൻഡ് ടേമിനോട് 18 ആഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്താ? സെക്കൻഡ് ടേം എന്താണ്? 42 പ്ലസ് എന്താണ്? 18. അപ്പോൾ അത് രണ്ടും 60. അപ്പോൾ ഇവിടെ കിട്ടി 60. ഇനി അടുത്ത് ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു അതുപോലെ 60യോട് കൂടിയും എന്ത് ആഡ് ചെയ്യാം? കോമൺ ഡിഫറൻസ് എത്ര? 78 അല്ലേ? അതിൻ്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നു 78. ശ്രദ്ധിക്കാം, 24, 42, അതിനോട് 18 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60. 60നോട് 18 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 72. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്തത് ഇതെങ്ങനെ പോകും? അത് സിമ്പിളാണ്. ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഡി കണ്ടുപിടിക്കുക. 42 മൈനസ് 24, അപ്പോൾ അത് കിട്ടും 18. ഫ്രണ്ടിലോട്ട് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. സെക്കൻഡ് ടൈമിൽ ഏത് മൈനസ് ചെയ്യണം? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. അപ്പോൾ T1 കാണാൻ പറഞ്ഞാൽ 24ൽ നിന്ന് 18 മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? എത്രയാണ്? 24ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 6 ആണ് ആൻസർ. ഇനി അങ്ങോട്ട് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്തു? 42 തേർഡ് ടേം അല്ലേ? തേർഡ് ടേമിനോട് അല്ല, എന്താ ഫോർത്ത് ടേമിനെ കണ്ടുപിടിക്കേണ്ടത്? ഫോർത്ത് ടേം കാണാൻ പറഞ്ഞാൽ തേർഡ് ടേമിനോട് കൂടി 42നോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു 18. അപ്പോൾ അത് കിട്ടും 60 അല്ലേ? 6നോട് 18 കൂട്ടുമ്പോൾ 24, 24നോട് 18 കൂട്ടുമ്പോൾ 42, 42നോട് 18 കൂട്ടുമ്പോൾ 60. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. $42, 24, 42. നമുക്കറിയാം ഇവിടെ ഡിഫറൻസിലാണ് ഡി. 42 മൈനസ് 24, 42 മൈനസ് 24. ആൻസർ എന്താണ്? 18. അപ്പോൾ മുന്നിലോട്ട് കാണാൻ പറയുന്നത് മൈനസ് പോവുക അല്ലേ? തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കാണുമ്പോൾ തേർഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. T2 സെക്കൻഡ് ടേം എത്ര? 24 മൈനസ് 18, അപ്പോൾ 36. ഇനി വീണ്ടും അടുത്ത T1 ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യാം? 6ൽ നിന്ന് ഇത് മൈനസ് ചെയ്ത കോമൺ ഡിഫറൻസ് 18. 18 6 പോയാൽ എത്ര? 12. വലുതിൻ്റെ സൈൻ മൈനസ്. അപ്പോൾ -12 ആണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് 12 ഡി എത്ര കിട്ടി? 18. ഇനി അടുത്ത് ഇവിടെ നമ്മൾ T2 കാണാൻ 24ൽ നിന്ന് നമ്മൾ ഏത് മൈനസ് ചെയ്തു? ആ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 6. ഇനി വീണ്ടും T1 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ആ 6ൽ നിന്ന് വീണ്ടും ഏത് മൈനസ് ചെയ്യുക? 18 അല്ലേ? 6 മൈനസ് 18 എത്ര? 12. എന്നിട്ട് വലുതിൻ്റെ സൈന് കൊടുക്കുക. അതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 3, ഡാഷ് കോമ. ഞാനത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 3, ഡാഷ് കോമ 9. അപ്പോൾ ഇത് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പുറത്ത് ഇപ്പുറത്ത് കൂടെ ആഡ് ചെയ്യും അല്ലേ? 3യും 9ഉം കൂടെ ആഡ് ചെയ്യുന്നു. ഇത് സെക്കൻഡ് ടേം അല്ലേ? മിഡിൽ ടേം സെക്കൻഡ് ടേം. ഇതാ ചെയ്യുക
ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടി ആഡ് ചെയ്യുന്നു. ഇത് എ ഇത് ബി സി ആണെങ്കിൽ ബി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? എ പ്ലസ് സി ഡിവൈഡ് ബൈ 2 പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഞാൻ ഫോർ പറഞ്ഞു. അപ്പോൾ ഇത് കൂടി ആഡ് ചെയ്യാം. 3 പ്ലസ് 9 ഡിവൈഡ് ബൈ 2. അപ്പോൾ അതോട് 12 ഡിവൈഡ് ബൈ 2. അപ്പോൾ അതാ 6. അങ്ങനെയാണ് 6 കിട്ടും. ഇനി അടുത്ത ഞാൻ വീണ്ടും വേറെ പറഞ്ഞു. എക്സാമ്പിൾ തന്നു 10, 20, 30. അപ്പോൾ ഈ 20 എങ്ങനെ കിട്ടി? സെക്കൻഡ് ടേം T2 is equal to 10 divided by 30 and a half. അപ്പോൾ 40 divided by 2. അപ്പോൾ അത്ര 20. അങ്ങനെ അവിടെ 20. അതുപോലെ ഇവിടെ നോക്കാം 24 ഡാഷ് 42 ഡാഷ് എക്സെട്ര അങ്ങനെ പോകും. അപ്പം മിഡിൽ ടേം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പുറം ഇവിടെ ആഡ് ചെയ്ത് ഹാഫ് എടുക്കുക. സെക്കൻഡ് ടേം T2 40 അല്ലേ 42 പ്ലസ് 24 ഡിവൈഡ് ബൈ 2. രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര? എത്ര? 42 പ്ലസ് 24 42 പ്ലസ് 24 അല്ലേ 6 63 അല്ല 66 ഡിവൈഡ് ബൈ 2. അപ്പോൾ അത് 33 അല്ലേ 66 അല്ലേ 42 24 എത്ര 66. അപ്പോൾ അത് 33. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. കോമൺ ഡിഫറൻസ് കാണുക. ഡി ഇസ് ഈക്വൽ ടു 42 മൈനസ് 33 അല്ലേ? ഡിഫറൻസ് അങ്ങനെ ഡി കോമൺ ഡിഫറൻസ് അങ്ങനെ കണ്ടുപിടിക്കുന്നത് T2 മൈനസ് T1 അല്ലെങ്കിൽ T3 മൈനസ് T2. ഇവിടെ നമുക്ക് T3 മൈനസ് T2 എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാറുണ്ട്. 33 മൈനസ് 24 അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഡി ഇസ് ഈക്വൽ ടു 33 മൈനസ് 24. അപ്പോൾ അത് കിട്ടും 9. ഇനി 9 ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 1, 2, 3, 4 ഫോർത്ത് ടേം T4 T4 കണ്ടുപിടിക്കണം. അപ്പോൾ തേർഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര കിട്ടിയത്? 9. അപ്പോൾ അത്ര 51. ഈ കിട്ടിയ ആൻസർ നമുക്ക് ശരിയാണെന്ന് നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് 9 ആണ്. 24നോട് 9 കൂട്ടിയാൽ എത്ര കിട്ടും അല്ലേ? 24 പ്ലസ് 9 എത്രയാണ്? 33. 33നോട് വീണ്ടും എത്ര ആഡ് ചെയ്യാം? 9 ആഡ് ചെയ്യാം. എത്ര? 42. അടുത്ത് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ആ 42നോടുകൂടി ഏത് ആഡ് ചെയ്യുക? 9 ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇത് കിട്ടിയത് 51. സിമ്പിളാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് 24 ഡാഷ് ഡാഷ് 42. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ നടുക്ക് 2 ടേംസ് ഇല്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ടേം ആണ് അല്ലേ? സെക്കൻഡ് ടേം കിട്ടുന്നതിന് എന്ത് നമ്മൾ ചെയ്യും? ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. ഒരു ഡി നമ്മൾ ആഡ് ചെയ്യും അല്ലേ? ഇത് T1 എന്ന് പറയുന്നത് 24. അപ്പോൾ T2 എന്താണ്? 24 പ്ലസ് ഡി 24 പ്ലസ് ഡി ആണ്. അങ്ങനെ 3 ആണെങ്കിലോ ആ 24 പ്ലസ് ഡിയോട് കൂടി ഒരു ഡിയോട് ആഡ് ചെയ്യാം. അപ്പോൾ അതോട്ട് 24 പ്ലസ് 2D. ഇനി ഇത് ഈ 42 എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ടേം. അതെങ്ങനെ കിട്ടുക? 24നോട് കൂടി വീണ്ടും ഒരു ഡി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതോട്ടും 3D കിട്ടും. അപ്പോൾ ഈ 3D എന്ന് പറയുന്നതാണ്. ഈ 3D ആണ് ഏത്? ഈ 42. മനസ്സിലായല്ലോ? അപ്പോൾ 24 പ്ലസ് 3D 24 പ്ലസ് 3D എന്ന് പറയുന്നത് എന്താണ്? 42. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ 3D നമ്മൾ താഴെ ഇറക്കണം. 3D is equal to 42 പ്ലസ് 24 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് 24. അപ്പോൾ 3D is equal to 42 മൈനസ് 24 എത്ര? 42 എന്ന് നമ്മൾ ഏത് മൈനസ് ചെയ്യാം? 24 മൈനസ് ചെയ്യാം. 18. അപ്പോൾ ഇവിടെ 18 3 ഇൻറ്റു ഡി ആണ് ഏത്? 18. അപ്പോൾ ഡി കാണാൻ എന്ത് ചെയ്യും? 18 ഡിവൈഡ് ബൈ 3 is equal to 6. ശരിയല്ലേ? 3 ഇൻറ്റു 6 ആണ്. ഡിക്ക് വരുന്നത് കൊടുക്കുക 6. 3 ഇൻറ്റു 6 ആണ് 18 ആണല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഡി നമ്മൾ ആഡ് ചെയ്ത് പോയാൽ പോലെ 24 അല്ലേ? സെക്കൻഡ് ടേം കാണാൻ പറഞ്ഞാൽ 24 കൂടി ഏത് ആഡ് ചെയ്യുക? ഡി ആഡ് ചെയ്യുക. പ്ലസ് എത്ര?
6. അപ്പോൾ അത്ര ആൻസർ 30. വീണ്ടും T3 is equal to 30 plus common difference 6, 36. ഇനി അടുത്ത് T4 36 plus 6, അതാണ് എന്ത് കിട്ടുന്നത് T4 അല്ലേ. T4 36 plus 6, അതാണ് ഇത് 42. സിമ്പിൾ അല്ലേ. നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് എന്താണ് ഫസ്റ്റ് ടേം എന്താണ് ആണല്ലോ 24, അതിനോട് D പ്ലസ് ചെയ്യാം, അപ്പോൾ അത് കിട്ടും സെക്കൻഡ് ടേം കിട്ടും. അതിനോട് വീണ്ടും ഒരു D ഇവിടെ പ്ലസ് ചെയ്യാം, അപ്പോൾ 2D ആയി. അപ്പോൾ 24 പ്ലസ് 2D ആയി. അപ്പോൾ തേർഡ് ടേം ഈ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 24 പ്ലസ് എന്താണ് എത്ര D ആണ് 3D അല്ലേ. 24 പ്ലസ് 3D, ആ 24 പ്ലസ് 3D ആണ് ഇത് 42. അതിന് നമ്മൾ എത്ര പിടിച്ചു 3D. 3D is equal to 42 plus 24, അപ്പുറത്തോട്ട് minus 24. 3D is equal to ഡിഫറൻസ് എത്ര 18. therefore D is equal to 18 divided by 3 is equal to 6. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഒരു തന്നിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 7th ടേം ആണ് 15. എന്താണ് 7th ടേം ആണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്തിച്ചെടുന്നറിയാമോ നമ്മളെ nth ടേം അത് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 7th ടേം ആകുമ്പോൾ 7 ൽ 1 മൈനസ് ചെയ്യുക, അപ്പോൾ തൊട്ട് n മൈനസ് 1, അപ്പോൾ 6 മൈനസ് 1, അപ്പോൾ അല്ല 7 മൈനസ് 1 അല്ലേ. അപ്പോൾ അത്ര 6D. ഒരു 7D ഏത് മൈനസ് ചെയ്യുക 1 മൈനസ് ചെയ്യുക, അപ്പോൾ 6D എന്ന് പറയുക. അപ്പോൾ 7th ടേം എന്ന് പറയുമ്പോൾ A പ്ലസ് 6D. 5th ടേം എന്ന് പറയുമ്പോൾ A പ്ലസ് 5D. ഓർത്ത് വയ്ക്കുക 7th ടേം എന്താണ് A പ്ലസ് 6D. 5th ടേം എന്താ പറയും A പ്ലസ് 4D. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം എന്തായിരിക്കും A പ്ലസ് എത്ര 2D. 10th ടേം എന്താ പറയും A പ്ലസ് 9D. മനസ്സിലായല്ലോ. 7th ടേം എന്താണ് A പ്ലസ് 6D. 5th ടേം A പ്ലസ് 4D. തേർഡ് ടേം A പ്ലസ് 2D. 10th ടേം A പ്ലസ് 9D എന്ന് ഇങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു. അങ്ങനെ വരുമ്പോഴേ അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി. അപ്പോൾ A പ്ലസ് B is equal to 5, A മൈനസ് B is equal to 3. അപ്പോൾ A എത്ര B എത്ര A പ്ലസ് B അല്ലേ. A പ്ലസ് B A B കൂടെ പ്ലസ് ഇപ്പോൾ 5 ഉണ്ട്. ഏതൊക്കെ ആ നമ്പേഴ്സ് 4 പ്ലസ് 1 ആണ് ഇത് 5, 4 മൈനസ് 1 ആണ് 3 ശരിയല്ലേ. 4 പ്ലസ് 1 5, 4 മൈനസ് 1 3. എങ്ങനെ നമുക്ക് ഈ 4ഉം പിന്നെ 1 കിട്ടി? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് A പ്ലസ് A കേട്ടല്ലോ. ഇത് 1 അല്ലേ, 1A 1A, അപ്പോൾ അത്ര 2A അല്ലേ. 2A പ്ലസ് B മൈനസ് ബൈ 0 is equal to plus 5 plus 3 plus 8. therefore A is equal to 8 divided by 2 is equal to 4 ശരിയല്ലേ. 4 plus 1. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് B എത്രയാണ്. അതിന് ഈ രണ്ട് ഇക്വേഷൻസിലെ ഒരെണ്ണം എടുത്തെടുക്കുക. A പ്ലസ് B is equal to 5. Aക്ക് വരെ കൊടുക്കുക 4, 4 പ്ലസ് B is equal to 5. therefore B is equal to 5 plus 4 അപ്പുറത്തോമ്പോൾ മൈനസ് 4 is equal to 1. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ചെയ്യണം. ഇനി നമ്മുടെ ക്വസ്റ്റിലേക്ക് കടക്കാം. ആ ക്വസ്റ്റിലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the terms in two positions of some arithmetic sequences are given below. Write the first term of each. അല്ലേ, ഓരോന്നിൻ്റെ ആദ്യത്തെ അല്ലെ റൈറ്റ് ദ ഫസ്റ്റ് 5 terms of each എന്നാണ്. ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് പറയുന്നത്. ഒരു സീക്വൻസ് ആണ്. സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ടേം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേം ആണ് പറഞ്ഞിരിക്കുന്നു. എത്ര 34. തേർഡ് ടേം എത്രയാണ് 34. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം A പ്ലസ് 2D is equal to 34. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു 6th ടേം 67. 6th ടേം 67 അല്ലേ. 6th ടേം ആകുമ്പോൾ എന്ത് പറയും A പ്ലസ് 5D 67. നമ്മൾ നേരത്തെ പറഞ്ഞില്ല.
പക്ഷെ നേരെ നമ്മൾ പഠിച്ചത് ഇതായിരുന്നു എ പ്ലസ് ബി സിക്കൽ ടു 5 എ മൈനസ് ബി സിക്കൽ ടു എത്ര 3 ആയിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? എയും ബിയും കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് പ്ലസും മൈനസും ആണ് ഇവിടെ നടുക്ക് കേട്ടല്ലോ. എക്ക് വരുമ്പോൾ എന്താണ്? എ തന്നെയാണ്. ബിക്ക് വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഡി ആണ്. ഏതെങ്കിലും ഒരു പെയർ പ്ലസും മൈനസും ആയിരിക്കണം, പക്ഷെ അത് ഒരുപോലെ ഇരിക്കുകയും വേണം. ഇവിടെ ഒരുപോലെ ഇരിക്കുന്ന പേര് ഏതാണ്? എയും ആണ് അല്ലേ? +2D +5D ഒരുപോലെ അല്ല, വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ സൈൻ മാറ്റാം. നമുക്ക് ആദ്യം കൊടുത്തു മൈനസ് കൊടുത്തു, പ്ലസ് എന്താക്കി മൈനസ് ആക്കി. ഇതാണ് എ പ്ലസ് എ മൈനസ് എ. അപ്പം ഇവിടെ നമുക്കൊരു 0 കിട്ടും. അതിന് വേണ്ടി ഇനി അടുത്ത് പക്ഷേ അടിയിലുള്ള ഇതിൻ്റെ സൈൻ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, എല്ലാത്തിൻ്റെ സൈനും മാറണം. അതായത് 1 - 1 കൊണ്ടുള്ള എന്താ പറയുക അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇതിവിടെ നമ്മൾ മൈനസ് ആയി, മൈനസ് പ്ലസ് എ മൈനസ് എ ആയി, +5 എന്തായിരുന്നു? -5 +67 -57 പ്ലസ് എ മൈനസ് എ 0 +2D -5D പ്ലസും മൈനസും ഡിഫറെൻ്റ് സൈൻസ് വന്നാൽ നമ്മൾ എന്ത് കാണും? ഡിഫറൻസ് ആണ്. 5 × 2 - 3D ഗ്രേറ്റർ സൈൻ എന്താണ്? മൈനസ്. ഡിഫറെൻ്റ് സൈൻസ് വന്നാൽ നമ്മൾ ഡിഫറൻസ് ആണ്. 67 ൽ നിന്ന് 34 മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു 33. വലുതൊരു സൈൻ മൈനസ്, ഒരേ സൈൻ അപ്പുറം വരുമ്പോൾ എന്താവും? ക്യാൻസൽ ആവും. Therefore D is equal to 33 divided by 3 is equal to 11. ശരിയാണല്ലോ. -3 × 11 ആണ് ഏത്? -33. ഇനി അടുത്ത ഡി കിട്ടി. ഇനി അടുത്ത് ഏത് കാണണം? ഡി എന്ന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ് ആണ്. ഇനി അടുത്ത് എ കാണുക. അതിനെ ഈ രണ്ടെണ്ണത്തിലെ ആദ്യത്തെ എടുക്കുക. എ + 2D is equal to എത്ര? 34. എക്ക് വരും അത് എ തന്നെ എഴുതുക. 2 × D, ഡിക്ക് വരുന്നത് കൊടുക്കുക 11 34. അപ്പോൾ എ പ്ലസ് 2 × 11 എന്താ? 22 34. Therefore A is equal to 34 + 22 അപ്പുറത്തുമ്പോൾ -22 അല്ലേ? 34 ഏത് മൈനസ് ചെയ്യാം? 22 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12. വലുത് സൈൻ പ്ലസ്. അപ്പോൾ എ എത്രയാണ്? 12. കോമൺ ഡിഫറൻസ് ഡി എന്താണ്? 11. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം തന്നെയാണ്. T1 എന്താണ്? ആദ്യത്തെ ടേം എന്താ? 12. ഇനി T2 12നോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം അല്ലേ? പൊതു വ്യത്യാസം ആഡ് ചെയ്യണം. അപ്പോൾ എത്ര? 11. അപ്പോൾ എത്ര ഡി? 23. ഇനി T3 is equal to 23 പ്ലസ് കോമൺ ഡിഫറൻസ് എത്ര? 11. അപ്പോൾ എത്ര കിട്ടും? 34 34. ഇനി T4 34 പ്ലസ് കോമൺ ഡിഫറൻസ് എന്താണ്? 11. അപ്പോൾ എത്ര കിട്ടും? 45. ഇനി T5 45 പ്ലസ് 11 അപ്പോൾ എത്ര കിട്ടും? 56. അതായത് സീക്വൻസ് ഏതൊക്കെയാണ്? 12, 23, 34, 45, പിന്നെന്താ? 56. ഇതാണ് ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്. മനസ്സിലായല്ലോ? എല്ലാത്തിൻ്റെ വ്യത്യാസം എന്താണ്? പവർ ഡിഫറൻസ് എന്താണ്? 11 നമ്മൾ കൂട്ടി പോയപ്പോൾ ആഡ് ചെയ്ത് പോകുക. 12 + 11 23, 23 + 11 എത്ര? 34, 34 + 11 45, 45 + 11 50 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് എളുപ്പമാണോ അല്ലെ സിമ്പിളാണോ? മനസ്സിലായില്ലേ? അരിത്മെറ്റിക് സീക്വൻസ് എളുപ്പമാണോ സിമ്പിളാണോ എന്ന് നിങ്ങൾ നോക്കുക, അല്ലേ ഡിഫിക്കൽട്ട് ആണോ നോക്കുക. ഏതെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിലെന്നല്ല നമ്മൾ മനസ്സിലാക്കിയത് അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്? സിമ്പിളും ലളിതവുമാണ്, എളുപ്പവുമാണ്. ഇവിടെ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തേർഡ് ടേം 2 എന്താണ് പറഞ്ഞിരിക്കുന്നു? തേർഡ് ടേം 2. ഇനി അടുത്ത വേറെ പറഞ്ഞിരിക്കുന്നു ഫിഫ്ത്ത് ടേം 3. ഫിഫ്ത്ത് ടേം 3 ഇതെങ്ങനെ ചെയ്യും? തേർഡ് ടേം എന്ന് പറയും എ പ്ലസ് എത്ര ഡി? 2D 2. ഫിഫ്ത്ത് ടേം എന്ന് പറയും എ പ്ലസ് 4D എത്ര? 3. സിമ്പിൾ. സൈൻ മാറ്റി കൊടുക്കുക. സൈൻ മാറ്റി
പ്ലസ് എ മൈനസ് എ 0. ഓക്കെ, പ്ലസ് 2d മൈനസ് 4d. 4d 2d മൈനസ് ഇവിടെ കിട്ടും 2d. വലുതിന് സെയിം മൈനസ് മൈനസ് 3 പ്ലസ് 1. ഡിഫറൻറ്റ് സൈൻസ് ഓഫ് ഡിഫറൻസ് ആണ്. അപ്പോൾ 3 2 മൈനസ് 1 ഗ്രേറ്റർ സൈൻ മൈനസ് 1. ഒരേ സൈൻ അപ്പോൾ ക്യാൻസൽ ആയി. therefore d is equal to 1/2. അതാണ് എൻ്റെ ആൻസർ. ഡി കോമൺ ഡിഫറൻസ് ഇതാണ് 1/2 ആണ്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത്, ഇനി നമുക്ക് എ കണ്ടുപിടിക്കണം. അതിന് ആ ഒന്നാമത്തെ ഇക്വേഷൻ താഴെ ഇറക്കി എടുക്കുക. 2 അല്ലേ? എ ഇവിടെ എ ഉണ്ടോ? ഇല്ല. 2 ഇൻറ്റു ഡി. ഡി എത്ര? 1/2 ഈസ് ഈക്വൽ ടു എത്ര? 2. 2 ഇൻറ്റു വെട്ടിപ്പോയി. അപ്പോൾ അത്രയുടെ 1. ഇനി എ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. therefore a is equal to 2 plus 1 അപ്പുറത്തെ word minus 1 is equal to 1 greater than plus. മനസ്സിലായല്ലോ? അത് തന്നെയാണ് ആൻസർ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കോമൺ ഡിഫറൻസ് 1/2. എ എന്താണ്? 1 കണ്ടല്ലോ. 2 അല്ലേ? 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1/2. 2 വെട്ടിപ്പോയി. അപ്പോൾ ഇനി ഇവിടെ എന്തേ ഉള്ളൂ? എ പ്ലസ് 1 is equal to 2. സിമ്പിളാണ്. ഡി കണ്ടല്ലോ 1/2. ഇനി രണ്ടെണ്ണത്തിൽ ഇതെല്ലാം ആയല്ലോ. ഇത് നമുക്ക് സീക്വൻസ് തയ്യാറാക്കാം. T1 ഒന്നാമത്തെ ടേം ഏതാ? എ എത്ര? 1. T2 1നോട് എത്ര ആഡ് ചെയ്യാം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അത് കിട്ടും 1/2 അല്ലേ? 1 ആൻഡ് 1/2 കിട്ടുക. ഇനി T3 is equal to 1 ആൻഡ് 1/2നോട് കൂടി എത്ര ആഡ് ചെയ്യാം? 1/2 ആഡ് ചെയ്യാം. ഇതൊരു സിമ്പിളായിട്ട് ചിന്തിക്കുക. ₹1 എന്ന് പറയുന്നത് 50 പൈസയാണ്. 50 ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ തമാശയ്ക്ക് പറയണേ അവിടെ അതിൻ്റെ ഹാഫ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 50-50 താ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ ഹാഫ് എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെ എടുക്കാം. അപ്പോൾ 1.5 rupees എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ₹1.50. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ 50 പൈസ. അപ്പോൾ 1 രൂപ 50 പൈസ കൂടെ കൂട്ടുമ്പോൾ അല്ലേ? ₹1.50 50 പൈസ കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ₹2 എന്ന്. അതാണ് ഇവിടെ സംഭവം. അങ്ങനെ സിമ്പിളായിട്ട് വിചാരിക്കുക. ഈ 1/2 എങ്ങനെ ആഡ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് കിടന്ന് തല പോയിക്കേണ്ട ആവശ്യമില്ല. 1 അര എത്ര? 2. സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 2 കിട്ടി. ഇനി 2ഉം അരയും എത്ര? 2.5. ഇനി അടുത്ത് 2.5യും അരയും എത്ര? 1. കേട്ടല്ലോ? അപ്പോൾ ഇതാണ് സീക്വൻസ്. 1, പിന്നെന്താ 1 ആൻഡ് 1/2, പിന്നെന്താ 2, പിന്നെന്താ 2 ആൻഡ് 1/2, അടുത്തത്ര 3. ശരിയല്ലേ? ഇതാണ് എൻ്റെ ആൻസർ. സിമ്പിൾ. ഓക്കെ, മതിയോ? അത് മതി. ഇനി അടുത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ. The fifth term of an arithmetic sequence is 38. Fifth term. ഇവിടെ fifth term എത്ര പറഞ്ഞിരിക്കുന്നു? 38. Ninth term 66. കണ്ടുപിടിക്കേണ്ടത് what is its 25th term? Simple. 25th term. ഇവിടെ നോക്കുക. 5th term എന്ന് പറയാം a plus 4d. 9th term a plus 8d. വളരെ വളരെ എളുപ്പമാണ് പ്രോഗ്രഷൻ. നമ്മളിങ്ങനെ തലയിലിട്ട് നമ്മൾ എന്തെങ്കിലും പോയിക്കരുത്. വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല മാത്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ആ സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗെയിമാണ് സാധനം മാത്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക. ഇതിനകത്ത് പ്ലസ് എ എന്താകും? മൈനസ് എ പ്ലസ് 8d മൈനസ് 8d മൈനസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സൈൻ മാറ്റിയത്? ഇത് 0 വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 8d 4d മൈനസ് ഇവിടെ തൊട്ട് 4d. വലുതിന്റെ സൈൻ ഏതാ? മൈനസ്. ഇനി 66 മൈനസ് 38 അല്ലേ? 6 പോവില്ല. 16 പോയാൽ 8, 5 പോയാൽ 2. വലുതിന്റെ സൈൻ പ്ലസ്. ഇവിടെ ആണോ? ഇവിടെയാണ് സൈൻ നോക്കേണ്ടതല്ല. ഇവിടെ വലുതിന്റെ സൈൻ ഏതാ? മൈനസ് ആണേ. തെറ്റി പോകരുത് കേട്ടോ. മൈനസ്. ഇവിടെ മൈനസ് അല്ലേ? ഒരേ സൈൻ ക്യാൻസൽ ആയി. therefore d is equal to 28 divided by 4 is equal to 7. മനസ്സിലായല്ലോ? അപ്പോൾ d എന്ന് കിട്ടി 7.
ഇനി രണ്ടെണ്ണത്തിൽ ഒരെണ്ണം താഴെ ഇറക്കി എഴുതാം. ആദ്യത്തെ നമുക്ക് എഴുതാം, രണ്ടാമത്തെ എഴുതിയാലും പ്രശ്നമില്ല, അതിന് ആൻസർ. അപ്പോൾ എ പ്ലസ് 4d = എത്ര? 38. ഇവിടെ എ എത്ര പറഞ്ഞിരിക്കുന്നു? ഇല്ല, അത് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എ പ്ലസ് 4d എത്ര? 7 = 38. ഇനി എ പ്ലസ് 4 28 = 38. Therefore a = 38 plus 28 അപ്പുറത്തുമ്പോൾ -28. 18 ൽ നിന്ന് നമുക്ക് ഏത് മൈനസ് ചെയ്യാം? 28 മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടും 10 കിട്ടും. ഓക്കെ, അപ്പോൾ എ നമുക്ക് എത്ര കിട്ടി? 10. ഡി എത്ര കിട്ടി? 7. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 25th ടേം? 25th ടേമിന് നമ്മൾ എന്ത് പഠിച്ചു? a plus 24d കേട്ടോ. 25th ടേം 25th ടേമിലെ കണ്ടുപിടിക്കേണ്ടത് അത് അവിടെ നമ്മൾ എഴുതും. 25th ടേം = a plus എത്ര d ആണ്? 24d കേട്ടോ. സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ. അപ്പോൾ 25th ടേം = a plus 24d. a ഇവിടെ എത്ര കിട്ടി? 10. 10 plus 24 into d. കോമൺ ഡിഫറൻസ് എവിടെ? ഇതാണ് 7. 10 പ്ലസ് 24നെ നിങ്ങൾ 7 കൊണ്ട് ഗുണിക്കുക. 168. രണ്ടോടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 178. ഇതാണ് എൻ്റെ ആൻസർ. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം, ശരിയാണോ നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ നോക്കുക. 74, 7. ഓക്കെ, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Is 101 a term of the arithmetic sequence 13, 24, 35? What about 101? Question ഇതാണ്. 13, 24, 35 എന്നതിലെ ഒരു ടേമാണ് 101 എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ 101 ഞാൻ വെറുതെ ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ ടേം എന്ന് പറയാം T1 അല്ലേ? എത്ര? 13. ലാസ്റ്റ് ടേം എത്ര? 101. നമുക്കിവിടെ 101 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി എന്ന് പറയാം. ടി എൻ എന്താണ്? 101. അപ്പോൾ എന്ത് ടേമാണ്? അപ്പോൾ അത് തന്നിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോർമുല നമുക്ക് എന്ത് ടേം കണ്ടുപിടിക്കണം? ഫോർമുല എഴുതാം. a plus n minus 1 into d. അത് ഞാൻ ഔട്ട്പുട്ട് പ്ലേസിൽ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? t is equal to a plus n minus 1 into d എന്ന് പറയുന്നത് ഞാൻ ഈ ക്ലാസ് റൂമിൽ പറഞ്ഞില്ലാന്ന് പറഞ്ഞു t is equal to a plus n minus 1 into d. ഇവിടെ നമുക്ക് 101 എന്നത് ലാസ്റ്റ് ടേം ആണ്. അത് തന്നിട്ടുള്ളതുകൊണ്ട് ആ ഇക്വേഷൻ ഫോർമുല എന്ത് ചെയ്യുന്നത്? തിരിച്ചിട്ടു. അപ്പോൾ a plus n minus 1 into d is equal to എത്ര? 101. ഇവിടെ a എന്ന് പറയുന്നത് തന്നെയാണ് T1 അല്ലേ? അപ്പോൾ 13 plus n minus 1 into d. d കണ്ടുപിടിക്കണം. പവർ ഡിഫറൻസ് d is equal to എന്താ? 24 minus 13. അപ്പോൾ അത്ര 11 is equal to 101. അപ്പോൾ 13 plus വെളിയിൽ കിടക്കുന്ന 11 കൊണ്ട് ബ്രാക്കറ്റിനകത്ത് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. 11 into n 11 into -1 minus 11 is equal to 101. 11 എഴുതി താഴെ എഴുതി plus 13 minus 11. അപ്പോൾ ഡിഫറൻറ്റ് സൈൻസ് ഒന്ന് അല്ലേ? അപ്പോൾ ഡിഫറൻസ് എന്താ? 13 11 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. വലിയ സൈൻ പ്ലസ് 2 is equal to 101. ഇനി 11 is equal to 101 plus 2 അപ്പുറത്തോട്ട് -2. 11 n is equal to മൈനസ് ചെയ്യുമ്പോൾ 99. വലിയ സൈൻ തന്നെയാണ് പ്ലസ്. therefore n is equal to 99 divided by 11 is equal to 9. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്ര? 9 ആണ് ആൻസർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ 9th ടേം ആണ് ഏത്? 101. 9ാമത്തെ പദമാണ് 101 എന്ന് മനസ്സിലാക്കാം. ഞാൻ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് അബൌട്ട് 1001 അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 1001 ഇതിനകത്ത് ഉള്ള ടേം ആണോ എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട ഒരു മാർഗം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എഴുതാം കേട്ടോ. 101 അവിടെ എഴുതിയിട്ടായിരുന്നു 101 is the 9th term in this sequence. ഇനി അടുത്ത 1001 ഇതിനകത്ത് ഉണ്ടോ നോക്കാം. അപ്പോൾ അതിനെടുക്കേണ്ടത് നിങ്ങൾ ദൂരേന്ന് പോണ്ട, ഈ ഒരു സ്റ്റെപ്പ് വരെ നമുക്ക് മാറ്റാം. ഇവിടെ വന്നത് അപ്പോൾ ചെയ്യേണ്ടത് 11n plus 2 is equal to 101ന് വരാൻ കൊടുത്തു 1001 കൊടുത്തു.
ഇനി 11n is equal to 1001 പ്ലസ് 2 അപ്പുറത്തുമ്പോൾ -2. 11n is equal to മൈനസ് ഇവിടെ കിട്ടും 999 അല്ലേ. therefore n is equal to 999 divided by 11. നമുക്ക് ചെയ്തു നോക്കാം, പറ്റൂ? ഒൻപതിൽ പിന്നെ 9 പോവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ് 999 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതെന്തല്ല, ഇതൊരു പൂർണ്ണസംഖ്യയല്ല അല്ലേ. അപ്പോൾ 15ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞിരുന്ന 999 11ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നുവെങ്കിൽ ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത് പോയേനെ? ഈ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് എഴുതുക 999 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് ഏതാണ് 11. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ എഴുതേണ്ടത്? 999 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഏതാണ്? നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. therefore 1001 is not a term in this sequence. കേട്ടോ? ഇത്ര എഴുതണം അവിടെ. ഇതെന്തല്ല, ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 1001 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു സീക്വൻസ്, ഈ സീക്വൻസിലെ എന്തല്ല ടൈം അല്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൗ മെനി 3-digit numbers are there which leave a remainder 3 in division by 7? Another question. How many 3-digit numbers are there which leave a remainder 3 on division by 7? 7 കൊണ്ട് ഇവിടെ 3 അക്കമുള്ള എത്ര എന്തുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമ്പേഴ്സ് ഉണ്ടെന്നാണ്. which leaves remainder 3 on division by 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 3 റിമൈൻഡർ കിട്ടണം. സിസ്റ്റം 3 കിട്ടണം. അപ്പോൾ നമുക്ക് 98, 99, 100, 101 അങ്ങനെ പോകുന്നു അല്ലേ. 3 നമ്പർ 3-digit നമ്പേഴ്സ് തുടങ്ങുന്നത് എവിടെ മുതലാണ്? 100 മുതലാണ്. അത് അവസാനിക്കുന്ന ഏതിലായിരിക്കും? 999 കഴിഞ്ഞാൽ എന്താണ്? 1000 ആണ് അല്ലേ. അപ്പോൾ 1000 എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ ഏത് മുതൽ ഏത് വരെ? 100 മുതൽ ഏത് വരെ? 999 വരെ. മനസ്സിലായോ? ഇങ്ങനെ ഇട്ട് വയ്ക്കുക. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ട് വയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? 7 അല്ലേ. അപ്പോൾ 100നെ നിങ്ങൾ ആദ്യം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത് അല്ല. 7 കൊണ്ട് അല്ലേ. 10ൽ 7 എത്ര? ഒരു പ്രാവശ്യം 7. സിസ്റ്റം എത്ര? 3 0. 7 4 28. സിസ്റ്റം എത്ര? 2. അപ്പം റിമൈൻഡർ എത്ര വന്നു? 2. ഇവിടെ റിമൈൻഡർ എത്ര വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 അല്ല, സോറി 3. 3 വരണമെങ്കിൽ എത്ര കൂടുതൽ വേണം? 1 കൂടുതൽ വേണം. ആ 1 എടുത്ത് ഇവിടെ ചേർത്താൽ മതി. അതാണ് ഫസ്റ്റ് ടേം T1. 1. ഇനി നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടേണ്ടത് സിസ്റ്റം എത്രയാണ് വരേണ്ടത്? 3 ആണ് സിസ്റ്റം വരേണ്ടത്. കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ 1 കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 2 + 1 ആയി. അപ്പോൾ 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ ഇവിടെ എത്ര ആഡ് ചെയ്തത്? 1. ആ 1 ഇവിടെ കൊടുക്കുക. അപ്പോൾ അത്ര വന്നു 101. ഇനി അടുത്ത് അത് ശരിയാണോ നമുക്ക് നോക്കാം അല്ലേ. കിട്ടിയ ആൻസർ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. 101 അല്ലേ. 3 സിസ്റ്റം വരണേ. ഒരു പ്രാവശ്യം 7 3 1 7 4 28. അപ്പോൾ അത്ര കേട്ടോ. സിസ്റ്റം അത്ര വന്നു കറക്റ്റാണ്. ഇനി 999 അതിന് എത്ര ഉണ്ട്? 7 ഉണ്ട്. 9 7 എത്ര? ഒരു പ്രാവശ്യം അല്ലേ. 7 4 എത്ര? 28. 1 9 2 times എത്ര? 14. ഇവിടെ 35. ശരി. റിമൈൻഡർ 35. ഇവിടെ എത്ര വരാവൂ? 3 അല്ലേ വരാവൂ. എത്ര കൂടുതൽ അല്ലേ? 2 കൂടുതലല്ലേ. അപ്പോൾ 5 - 2. ആ മൈനസ് ഇവിടെ ചെയ്താൽ പോരെ. അപ്പോൾ 999 എത്ര മൈനസ് ചെയ്യാം? 2 മൈനസ് ചെയ്യാം. അപ്പോൾ 997. ഈ കിട്ടിയ ആൻസർ ശരിയാണോ നമുക്ക് നോക്കാം.
7. ശരിയല്ലേ? റിമൈൻഡർ 33. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മുടെ ലാസ്റ്റ് ടേം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് എത്ര കൊണ്ടാണ് അത് ഡിവിസിബിൾ ബൈ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കിട്ടുന്നത് നമുക്ക് 3 റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7 ആയിരിക്കും അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. എന്താണ്? 7 ആണ് അതിൻ്റെ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇവിടെ ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? ഏത് മുതൽ ഏത് വരെ? ഇനി ഈ സംഭവം മാറി. ഏത് മുതൽ ഏത് വരെയാണ്? 101 മുതൽ എത്ര വരെ? 9997 വരെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എത്ര 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്ന 3 റിമൈൻഡർ വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര എണ്ണം? അപ്പോൾ നമ്പർ ഓഫ് ടേംസ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു തന്നു. എന്തായിരുന്നു? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ d പ്ലസ് 1. അതാണ് ഫോർമുല. അപ്പോൾ therefore n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ d പ്ലസ് 1. ഇവിടെ ലാസ്റ്റ് ടേം എത്രയാണ്? 997 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 101 ഡിവൈഡ് ബൈ d എന്താണ്? 7 പ്ലസ് 1. നമുക്ക് ഇതിൽ മൈനസ് ചെയ്യാം. 997 101 മൈനസ് ചെയ്യാം. 6 9 8 96 ഡിവൈഡ് ബൈ 7 പിന്നെന്താ? പ്ലസ് 1. നമുക്ക് ഡിവിഷൻ നോക്കാം. 8 96 ഡിവൈഡ് ബൈ 7. 8ൽ എത്ര 7 ഉണ്ട്? ഒന്നല്ലേ? ഒരു 7 അല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കേണ്ടത് 8ൽ എത്ര 7 ഉണ്ട്? 1. ഇതിന്റെ സിസ്റ്റം എത്ര? 1 ഉണ്ട്. ആ 1 എടുത്ത് ഇതിന് മുമ്പിൽ ഇട്ടു അല്ലേ? അവരുടെ മാർക്സിനെ 9ന്റെ മുമ്പ് ഇടും അല്ലേ? 9ന്റെ മുമ്പ് ഇടുമ്പോൾ ആരെന്ന് വായിക്കാം? 90. വീണ്ടും 19ൽ എത്ര 7 ഉണ്ടോ നോക്കാം. 90ൽ എത്ര 7 ഉണ്ട്? 2 ടൈംസ്. 19ന് 14 2 ടൈംസ് 14 അല്ലേ? അപ്പോൾ 90ന് 14 മൈനസ് ഇപ്പോൾ എത്ര? 5. ആ 5 എടുത്ത് ഈ 6ന്റെ മുമ്പ് എടുക്കാം. അപ്പോൾ അത്ര 56. വീണ്ടും ചോദിക്കാം 56ൽ എത്ര 7 ഉണ്ട്? എത്ര? 8. എത്ര? 128. അപ്പോൾ അത്ര ആൻസർ 129. ഇപ്പോൾ വെട്ടിച്ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വെട്ടിച്ചെയ്യൽ പരിപാടി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അമ്മയാണ് എനിക്ക് വെട്ടിച്ചെയ്യാൻ പഠിപ്പിച്ചത്. നമ്മുടെ പല സ്കൂളുകളിലും ഇപ്പോഴും പിള്ളേർക്ക് വെട്ടിച്ചെയ്യാൻ അറിയില്ല. എന്ത് എളുപ്പമായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ? എല്ലാവരും ഇങ്ങനെ ഡിവിഷനിലേക്ക് പോകും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്തത് പെട്ടെന്ന് നമുക്ക് വെട്ടിച്ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് എത്ര ടൈംസ് ഉണ്ട്? 129. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്? എത്ര ടൈംസ് ഉണ്ട്? 129 ടേംസ്.